മണ്ഡലത്തിൽ കേജ്രിവാൾ പിന്നിലാണ് 228 വോട്ടുകൾക്ക് ഇപ്പോഴും പിന്നിലാണ്. കൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതീഷിയും പിന്നിലാണ് 2800 വോട്ടുകൾക്കാണ് പിന്നിട്ട് നിൽക്കുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ ഇപ്പോൾ കെ എസ് ശബരിനാഥൻ പറഞ്ഞത് അത് കൃത്യമായിട്ട് അദ്ദേഹം അത് നിരീക്ഷിച്ച് പറയുകയാണ്. ഓരോ മണ്ഡലത്തിലെയും വോട്ടുകൾ പോലും അദ്ദേഹം നോക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഒരു സർവൈവലിന്റെ പ്രശ്നമായിരുന്നു. അവിടെ കോൺഗ്രസ് ചിന്തിക്കേണ്ടത് ആം ആദ്മി പാർട്ടി ഭരണം തുടരട്ടെ എന്നുള്ളതായിരുന്നില്ല. BJP വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ കോൺഗ്രസിനാകുമായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ആ സർവൈവൽ ഫാക്ടർ വെച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുവാൻ കഴിയുമല്ലോ. സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണത്തിൽ പോലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ മണ്ഡലം എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു ഡിസിസീവ് ഫാക്ടർ ഒന്നും ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ കേന്ദ്രീകൃത ഭാഗങ്ങളിൽ അവിടെ കോൺഗ്രസിന്റെ വോട്ട് ഒരു ഘടകമേ ആയിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ സ്വയം തീരുമാനിച്ച് ആം ആദ്മി പാർട്ടിയെ ജയിപ്പിച്ചിട്ടുണ്ട് അത്തരം മണ്ഡലങ്ങളിൽ. പിന്നെയുള്ളത് മിഡിൽ ക്ലാസ് വോട്ടേഴ്സ് കൂടുതലുള്ള മണ്ഡലങ്ങളിലാണ്. അവിടെ കോൺഗ്രസിന് വോട്ട് നേടുവാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ശബരിനാഥ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കാരണം എപ്പോഴും ന്യൂനപക്ഷത്തിന് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആ ടാക്ടിക്കൽ വോട്ടിങ്ങിൽ കോൺഗ്രസ് വരാത്ത സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യമെന്ന് തോന്നിയത്. തീർച്ചയായിട്ടും മൈനോറിറ്റി കൺസോളിഡേഷൻ ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടി. അതിൽ കോൺഗ്രസ് ഉദ്ദേശിച്ച രീതിയിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത തിരഞ്ഞെടുപ്പ് ഫലങ്ങളും കണക്കുകളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായത് എങ്ങനെയാണ് അന്നത്തെ ഒരു പശ്ചാത്തലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇന്നും പ്രത്യേകിച്ചൊരു ഐഡിയോളജി ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസിനെതിരെ ശക്തമായ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്ന് അണ്ണാ ഹസാരെയുടെയൊക്കെ അന്നത്തെ മൂവ്മെൻറ്റ് നമുക്കറിയാമല്ലോ, മൂവ്മെൻറ്റ് അഗൻസ്റ്റ് കറപ്ഷൻ. അത് എത്ര ശക്തമായി വന്ന് അപ്പോൾ തീർച്ചയായിട്ടും പ്രാദേശിക തലത്തിൽ സാമൂഹ്യക്ഷേമ പദ്ധതികളും മറ്റ് ജനങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും തരക്കേടില്ലാത്ത ഒരു സ്ട്രക്ചർ അവിടെ വേണം. അതിന് ലീഡർഷിപ്പ് കൊണ്ടുവരാൻ അന്ന് ഒരുമിച്ച് നിന്ന അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും പിന്നീട് അണ്ണാ ഹസാരെ അതിൽ നിന്ന് പാർട്ടിയിലോട് താല്പര്യം കാണിക്കാതെ മാറി ആ മൂവ്മെൻറ്റ് പ്രസ്ഥാനത്തിലേക്ക് നിന്നപ്പോൾ കെജ്രിവാൾ രാഷ്ട്രീയമായി മുന്നോട്ട് പോയി. ഇത് മുന്നോട്ട് പോയപ്പോഴും വ്യക്തമായൊരു ഐഡിയോളജി ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല. സാങ്കേതികപരമായി ഇന്നും ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണെങ്കിലും നമുക്കറിയാം അതിൻ്റെ വേരോട്ടം 2 സംസ്ഥാനങ്ങളിലാണ്, പ്രധാനമായും ഡൽഹിയിലും പഞ്ചാബിലുമാണ്. മറ്റുള്ളിടത്തൊക്കെ നാമമാത്രമായൊരു പ്രസൻസേ ഉള്ളൂ. ചിലയിടത്ത് അവർക്ക് ചെറിയ ചെറിയ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇന്നും ഐഡിയോളജിക്കലി അത് സ്ട്രോങ് അല്ല, പ്രത്യേകിച്ചൊരു ഐഡിയോളജി പറയാനില്ല. അപ്പോൾ അവിടെ ശബരിനാഥ് പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് ഒരു വ്യവസ്ഥാപിത പാർട്ടികളിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. കറപ്ഷനെതിരെ വന്ന പാർട്ടി ഏറ്റവും കറപ്റ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. ആ വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു. 12 മന്ത്രിമാരെ ജയിലിലാവുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസ്യത അത്തരം ഒരു പാർട്ടി അഴിമതിയാണെന്ന് വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതേ പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിൽ കൈകൊടുത്തവർ കോൺഗ്രസ് ആണ്. അപ്പോൾ അതേ കോൺഗ്രസ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും അഴിമതിക്കാർ ആക്കുമ്പോൾ ജനം അത് വിശ്വസിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് പ്രതിപക്ഷ മുന്നണിയുടെ ആശയം എന്നുള്ളത് നമുക്കിവിടെ ചർച്ച ചെയ്യാനില്ല. കാരണം അങ്ങനെ ഒരു ആശയത്തിന് വലിയ പ്രസക്തി ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊരു കാര്യം, വ്യവസ്ഥാപിത പാർട്ടികളെക്കുറിച്ച് പറയുമ്പോൾ ഡൽഹിയിൽ പരമ്പരാഗതമായി അവിടെ ശക്തിയുള്ള 2 പാർട്ടികൾ തന്നെയാണ്. അത് BJPയും കോൺഗ്രസുമാണ്. അത് ഡൽഹിയിലെ പഴയ ചരിത്രം അറിയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടീഷന് ശേഷം വന്ന ഒരു വലിയൊരു ജനസംഖ്യയുണ്ട്. അവരുടെ അനന്തര തലമുറകളെല്ലാം BJPയുടെ വക്താക്കളും സപ്പോർട്ടേഴ്സുമായി എന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് BJPയുടെ ബേസ് ഒരിക്കലും കുറവാകുന്നില്ല. അവർക്കൊരു മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുടെ കേഡർ സ്ട്രെങ്തിന് ഒരു കുറവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. 3 സീറ്റ് കിട്ടുന്ന 2015 പോലും BJPയുടെ കേഡർ സ്ട്രെങ്തിന് നഷ്ടമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് തിരിച്ചു വരാൻ വീണ്ടും കഴിയുന്നത്. മറിച്ച് കോൺഗ്രസിന് അതേസമയത്ത് ഒരു കേഡർ പാർട്ടി ആയിരുന്നില്ല. കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് പരിശ്രമിക്കാനാണ് കോൺഗ്രസ് തനിച്ചു നിന്നത്. ആ നിലയ്ക്ക് തനിച്ചു നിന്നതിൽ വലിയ തെറ്റില്ല. കാരണം അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അതിനെ വിഴുങ്ങിക്കൊണ്ടുപോകും. ആ നിലയിൽ കോൺഗ്രസ് എടുത്ത നിലപാടിൽ തെറ്റ് പറയാനൊക്കില്ല. പക്ഷേ അതുകൊണ്ട് നേട്ടമുണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. ഒരു ചെറിയ പരിധി വരെ ചില മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഒരു നാഷണലിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മേൽവിലാസത്തിൽ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ അഴിമതി, അതിനോടൊപ്പം ആൻറ്റി ഇൻകംബൻസി ഇത്രയും കാലത്തിനിടയിൽ ശക്തി ആർജിച്ച് 10 വർഷം ഭരിച്ചു. മദ്യനയം മുതൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ വന്ന ആക്ഷേപങ്ങൾ, തുടരെ വന്ന ആക്ഷേപങ്ങൾ തെളിയിക്കാനും മറ്റു രീതിയിലും കഴിഞ്ഞതും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. ഇതിനൊക്കെ പുറമെയാണ് മിഡിൽ ക്ലാസിനെ മൊബിലൈസ്